HDS ശരിക്കും ഹോസ്പിറ്റലിൽ വികസനത്തിന് വേണ്ടുന്ന ഫണ്ടുകളും മറ്റുമൊക്കെ അങ്ങനെയൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഒറിജിനൽ കോൺസെപ്റ്റ്. ഞാനും കോഴിക്കോട് ഇരിക്കുമ്പം HDSൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പല അത്യാവശ്യങ്ങൾക്കും നമ്മൾ വേറെ വഴിയില്ല. അപ്പോൾ HDSൻ്റെ ഫണ്ട് എടുത്ത് HDS എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിരിക്കുന്നതാണ്. അപ്പോൾ രോഗികളിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുകയാണ് ഒരു അർത്ഥത്തിൽ. അത് അല്ലെങ്കിലും രോഗികളുടെ അടുത്ത് തന്നെ പോയി വാങ്ങാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ സർക്കാർ ഫണ്ടല്ല. അത് HDS ഫണ്ട് ഇസ് നോട്ട് ഗവൺമെൻറ് ഫണ്ട് കേട്ടോ. അത് യൂസർ ഫീ കളക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്. സർക്കാർ ഫണ്ട് എന്ന് പറയുന്നത് പ്ലാൻ ഫണ്ടിലൂടെ നോൺ പ്ലാനിലൂടെയാണ് കൊടുക്കുന്നത്. അതിപ്പം നമ്മൾ കുറഞ്ഞു വരുന്നുള്ള ഫാക്റ്റാണല്ലോ. നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഇഷ്യൂസും ഒക്കെ കാരണം പൈസ വർഷാവർഷം കുറഞ്ഞു വരെ. ആൻഡ് പ്രയോറിറ്റൈസേഷൻ അതൊരു വലിയ ഇഷ്യൂ ആണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, കോഴിക്കോട് ഇരിക്കുക അവിടുത്തെ മെൻ്റൽ ഹെൽത്ത് സെൻറ്ററിൽ ഇവിടെ ഇലക്ട്രിസിറ്റിയും വാട്ടർ ബില്ലും ഒക്കെ തന്നെ 1-2 കോടിയാണ് കിടപ്പുണ്ടായിരുന്നത് അടയ്ക്കാൻ. ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാൻ വരും. ഇതെല്ലാവരും ഇങ്ങനെ പാനിക്കാവും. മരുന്നുകൾ വാങ്ങാൻ പൈസ ഇല്ലാതാവുന്നു. അപ്പോൾ ഈ സൈക്കാട്രിക് ഡ്രഗ്സ് ഒക്കെ ഇടയ്ക്ക് നിന്ന് പോയാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിലും ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അറിയാം. എന്താണെന്ന് വെച്ചാൽ സ്പോൺസർഷിപ്പിലൂടെ നമ്മൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങുമ്പോൾ ഈ പ്രൈവറ്റിൽ നിന്നാണല്ലോ വാങ്ങുന്നത്. സ്പോൺസർഷിപ്പിൽ ആരെങ്കിലും വാങ്ങും, അതിൻ്റെ ആ മരുന്നിൻ്റെ വീര്യവും അല്ലാതെ ഗവൺമെൻറ് സപ്ലൈയിലുള്ളതിൻ്റെ വീര്യം വ്യത്യാസം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറയാം. അപ്പം ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഓരോന്നും കൂടുതൽ അറിയും തോറും കൂടുതൽ പ്രശ്നമാണ്. എല്ലാം ശരിയൊന്നും അല്ല, എല്ലാം പെർഫെക്റ്റും അല്ല. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് ഭാവിച്ചിട്ടൊരു കാര്യമില്ല. പ്രശ്നങ്ങൾ പുറത്ത് പറയാൻ അനുവദിക്കണം. പുറത്ത് എല്ലാവരും പറഞ്ഞാൽ അതിലേക്ക് പരിഹാരത്തിലേക്ക് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് അക്നോളജിങ് ദ പ്രോബ്ലം ഉണ്ട് എന്ന് അംഗീകരിക്കുക. ഇല്ലെങ്കിൽ അത് പുഴുത്ത് നമ്മൾ പൂഴ്ത്തി വെക്കും തോറും വലിയ മുറിവാകും. അത് ശരീരത്തിൽ മുഴുവൻ ബാധിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. അഡ്മിനിസ്ട്രേഷൻ്റെ ബാലപാഠം എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക, അംഗീകരിക്കുക എന്നുള്ളത്.